അവൾ എവിടെയായിരുന്നു വിജയേട്ടാ? അവൾ ഒറ്റയ്ക്ക് പിന്നാമ്പുറത്ത് ഇളം തന്നെ കിടന്നുറങ്ങായിരുന്നു. പാവം. പാവം. വിജയേട്ടനെ എത്ര വിളി വിളിച്ചു, എന്നിട്ട് കേട്ടോ അവള്? ഒറ്റ അടി വെച്ചു കൊടുക്കാൻ മേലായിരുന്നോ? അവളോട് ആര് പറഞ്ഞു അവിടെ പോയി കിടക്കാൻ? നമ്മൾ അവളെ തെരഞ്ഞു വിഷമിച്ചോട്ടെ എന്ന് വിചാരിച്ചല്ലേ? രത്നമ്മേ, പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലേ? അവൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയെന്ന്. പിന്നെ ഉറക്കം വെളച്ചിൽ ഇത്തിരി കൂടുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പിണങ്ങി പോയിരിക്കും. വിജയേട്ടനെ വളം വെച്ചു കൊടുത്ത് വഷളാക്കുന്നേ. നീ അവളുടെ ചെകിട്ടത്തടിച്ചു രത്നമ്മേ. ആ കൊടുത്ത് ഞാൻ ഒരെണ്ണം. അതിനിപ്പോ എന്താ? കുഞ്ഞുങ്ങളുടെ ചെകിട്ടത്താണ് വേണ്ടി അടിക്കുന്നേ. നീ ഒരു മനുഷ്യ സ്ത്രീയല്ലേ? എന്തെങ്കിലും കുറ്റത്തിന് ശിക്ഷിക്കുകയാണെങ്കിൽ വടിയെടുത്ത് അടിച്ചോളണം. പിന്നെ മോള് നിലത്ത് വീണ് കിടക്കുമ്പോഴാ വടി. കുഞ്ഞിനെ കട്ടിലേന്ന് വലിച്ചു താഴെയിട്ട് അതിന്റെ ചുണ്ടും പൊട്ടിച്ചിട്ട് എന്റെ മോൾക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിൽ അവളെ ശരിയാക്കിയേനെ ഞാൻ. പാവം. അവളൊന്നും ചെയ്തതല്ല രത്നമ്മേ. അവളൊന്നും ചെയ്തല്ലെന്ന് വിജയേട്ടൻ എങ്ങനെ അറിയാം? വിജയേട്ടൻ കണ്ടോ? നീ കണ്ടോ അവള് കുഞ്ഞിനെ വലിച്ച് താഴെ ഇടുന്നത്? അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞിന്റെ അടുത്ത്. കുഞ്ഞ് താഴെ വീഴാതെ നോക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. അവളാണോടി മോളെ നോക്കേണ്ടത്? നീ ശ്രദ്ധിക്കുന്ന പോലെ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ അവൾക്കറിയോ? നീ ചെയ്യേണ്ട ജോലി നീ ആ ജോലി അറിയാത്തവളെ ഏൽപ്പിച്ചിട്ട് അവളെ കുറ്റം പറയുന്നത് ശിക്ഷിക്കുന്നത് ശരിയാണോടി? വിജയേട്ടൻ ഇപ്പൊ അവളാണോ സൂര്യമോളാണോ വലുത്? നിന്നോട് തർക്കിക്കാൻ ഞാൻ ഇല്ല രത്നമ്മേ. പറയുന്നത് എന്താണെന്നും എന്തിനെ പറ്റിയാണെന്നും ഒരു സാമാന്യ ബോധം വേണ്ടേ? അതെനിക്ക് മനസ്സിലായില്ല. അതെന്തോ നീ സാമാന്യ ബോധം? കോമൺ സെൻസ് എന്ന് പറയും ഇംഗ്ലീഷ് ഭാഷയിൽ. അപ്പൊ അവള് നമ്മുടെ മോളെ എന്ത് ചെയ്താലും ഞാൻ കണ്ണടച്ച് മിണ്ടാതിരിക്കണോ? ജാനിക്കുട്ടി നമ്മുടെ മോളെ ഒന്നും ചെയ്തിട്ടില്ല. അവള് തനിയെ ഉരുണ്ട് പറഞ്ഞ് താഴെ വീണതാ. ജാനിക്കുട്ടി ആ നേരത്ത് കളിപ്പാട്ട് കൊടുക്കാൻ വേണ്ടി കട്ടിലിന്റെ കീഴെയായിരുന്നു. അവള് പറഞ്ഞ നുണയെല്ലാം വിജയേട്ടൻ വിശ്വസിച്ചു. ജാനിമോൾ നുണ പറയില്ല, എനിക്കറിയാം. നീ അവളെ പറ്റി 100 കള്ളം പറഞ്ഞാലും ശരി, അവള് നിന്നെ പറ്റി ഒരു കള്ളം പോലും പറയില്ല, എനിക്കുറപ്പുണ്ട്. അവളുടെ കൂടെ പോയി കിടന്ന എന്നെ തോൽപ്പിക്കാന്ന് വിജയേട്ടൻ വിചാരിക്കുന്നുണ്ടോ? എത്ര ദിവസം കിടക്കും ഇവളെ കെട്ടിപ്പിടിച്ച്? എനിക്കൊന്ന് കാണണം. നീ നിന്റെ പണി നോക്ക്. എന്റെയും എന്റെ കുഞ്ഞിന്റെയും സങ്കടം കാണാൻ കണ്ണില്ല. അവളുടെ കണ്ണീര് കണ്ട ചങ്ക് പൊടിയും.
ചേച്ചി ചേച്ചി ഇയാള് പിന്നെ വന്നോ? എന്റെ വയറ്റുപഴപ്പല്ലേ? ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു വെച്ചതല്ലായിരുന്നോ? അതിനുശേഷം ആഴ്ച എത്ര കഴിഞ്ഞു? എന്തെങ്കിലും ഒരു സാധനത്തിന് ആവശ്യം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. വീട്ടു സാധനങ്ങളാണോ? അതിന്റെ എല്ലാം പുതുമ നശിക്കും. ചിലത് പൊട്ടും, ചിലത് മുഷിയും, ചിലത് കീറും, ചിലത് തേഞ്ഞു മാഞ്ഞു പോകും, ചിലത് തീർന്നു പോകും. ഇവിടെ ഉള്ളതെല്ലാം പൊട്ടാതെ, മുഷിയാതെ, കീറാതെ, പുതുമ നശിക്കാതെ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. സത്യം? ആ സത്യം. മറ്റു വീടുകളിലൊന്നും ഇങ്ങനെയല്ല കേട്ടോ. ഇതൊരു അത്ഭുത വീട് തന്നെ. നിങ്ങൾ ഇവിടുന്ന് താമസം മാറ്റുമ്പോ ഒന്ന് അറിയിക്കണേ. ഇയാള് രാവിലെ വീട്ടിൽ കയറുമെന്ന് കളിയാക്ക? എടോ, ഇത്തവണ ഞാൻ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, പെർഫ്യൂം മെയ്ഡ് ഇൻ പാരീസ്. നല്ല സൂപ്പർ അത്തറ. തന്റെ കൈ ഇങ്ങോട്ട് കാണിക്കേ. കൈ കാണിക്കടോ, സാമ്പിള് നോക്കാനാ. ഒന്ന് മണത്ത് നോക്ക്. എങ്ങനെയുണ്ട്? പൂങ്കാവനത്തിന് നടുക്ക് നിന്നാ കിട്ടുമോ ഇത്ര നല്ലൊരു മണം? ഇതിനെന്താ വില? 150. എന്റെ ഏട്ടൻ ഒരാള് ഗൾഫിലാ. എനിക്ക് ആവശ്യമുള്ള പെർഫ്യൂം ഒക്കെ ഏട്ടൻ കൊണ്ടുതരുന്നുണ്ട്. ഫോ, ഈ ഏട്ടന്മാരെ കൊണ്ട് തോറ്റല്ലോ. മിക്ക വീടുകളിലും ഉണ്ട് ഗൾഫിൽ പോയൊരു ഏട്ടൻ. ഞങ്ങൾക്ക് ജീവിക്കണ്ടായോ? സോപ്പ്, പൗഡർ, പെർഫ്യൂം, VCR, സ്റ്റീരിയോ, ടേപ്പ് റെക്കോർഡർ ഇതൊന്നും ഇവിടെ വിൽക്കാൻ നോക്കണ്ട. കോർഡ്ലെസ് ഫോൺ നമുക്ക് വീട്ടിൽ നിന്ന് വെളിയിൽ കൂടെ നടന്നുകൊണ്ട് വിളിക്കാം. അതും സേതുവേട്ടൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളി വീട്ടിലുണ്ട്. ഇവിടെ ഇല്ലല്ലോ. എന്റെ ചേച്ചിയുടെ വീടല്ലേ. ചേച്ചി വേണമെന്ന് പറഞ്ഞാ അപ്പ തന്നെ എത്തിച്ചു കൊടുക്കും സേതുവേട്ടൻ. എടോ, ഇങ്ങനൊരു ഏട്ടനുണ്ടെന്ന് കഴിഞ്ഞ തവണ വന്നപ്പോഴേ പറയണ്ടേ? എങ്കിൽ ഞാൻ ഇതൊക്കെ ചെമ്മന്നോണ്ട് വരുവോ? സെൽഫോൺ വേണോന്ന് ചോദിക്കേ തന്റെ ചേച്ചിയോട്. അതെന്തോന്ന് ഫോണാ? എടോ, കോർഡ്ലെസ് ഫോൺ പോലെ തന്നെ ഇരിക്കും. അത്ര വലിപ്പം ഉണ്ടാവില്ല. നമുക്ക് പോക്കറ്റിലും ബാഗിലും ഇട്ടുകൊണ്ടൊക്കെ പോകാം. യാത്ര ചെയ്യുന്നതിനിടയിലും വീട്ടിലോട്ട് വിളിക്കാം. ബസ്സിലിരുന്നോ ട്രെയിനിലിരുന്നോ വിളിക്കാം. അങ്ങനൊരു സാധനം ഇറങ്ങിയിട്ടുണ്ടോ? സേതുവേട്ടൻ പറഞ്ഞു കേട്ടില്ലല്ലോ. തന്റെ ഏട്ടൻ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? 1 വർഷം. ആ, അതാണ് കാര്യം. എടോ, സെൽഫോൺ മാർക്കറ്റിലോട്ട് വരുന്നതേ ഉള്ളൂ. ആ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇപ്പോ എന്റെ കയ്യിലില്ല. സാധനം വേണമെങ്കിൽ ഓർഡർ തരണം. ഇനി വരുമ്പോ കൊണ്ടുവരണേ. അത് ഞാനേറ്റു. ഇപ്പം വേറൊന്നും വേണ്ടേ? മോളെ സുനിതേ, ദാ വരുന്നു ചേച്ചി. നീ എവിടെ എന്തെടുക്കുക? പൊയ്ക്കോ. പൊന്നുമണി, വാ, ഓടി വാ, വാ. ചക്കരി ടൊക്കുടു ടുട്ടുട്ടുട്ടു ചക്കര കിട്ടി മേടിച്ചു, മേടിച്ചു.
മേടിച്ചോ? നോക്ക്. പുന്നാരമുത്തേ ആ അച്ഛൻ്റെ ചക്കരേ ചക്കര വാങ്ങി. ആ വിജയേട്ടാ, ഏ? ഇവിടെ വേണ്ട വിജയേട്ടാ, കുളിമുറിയിലോട്ട് വെച്ചാ മതി. എന്നിട്ട് ഇന്ന് തന്നെ ഇലക്ട്രീഷ്യനെ പോയി കാണണേ. മോട്ടോർ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറ. ഹൗസ് ഓണർ വന്ന് റിപ്പയർ ചെയ്ത് തരുമെന്ന് വിചാരിച്ചോണ്ടിരുന്നാ ഒന്നും നടക്കില്ല. എത്ര ദിവസം എങ്ങനെ കണക്ട് ചെയ്ത് വെള്ളം കോരുക? പമ്പ് സെറ്റ് റിപ്പയർ ചെയ്യുന്ന മെക്കാനിക്കിനെ തന്നെ വിളിക്കാം. സ്റ്റവില് ചോറിരുന്ന് തിളയ്ക്കുന്നുണ്ട്, ഒന്ന് നോക്കിയേക്കണ വിജയേട്ടാ. ഞാൻ മോൾക്ക് കുറുക്ക് കൊടുക്കാൻ പോവാ. സുനിതയില്ലടി ഇവിടെ? അവളപ്പുറത്തെങ്ങാനും കാണും. അല്ല, നിന്നെ സഹായിക്കാൻ വേണ്ടിയാണോ അവളെ ഇങ്ങോട്ട് അയച്ചേക്കണേ, അതോ നമ്മൾ അവളെ കുറെ സഹായിക്കട്ടെ എന്ന് കരുതിയോ? അവളല്ലേ വിജയേട്ടാ കറിക്കരിഞ്ഞതും അരി അടുപ്പത്തിട്ടതും അടുക്കളയിലേക്ക് ആവശ്യമുള്ള വെള്ളം കോരിയതും. അതോടെ ഇന്നത്തെ ജോലി തീർന്നല്ലോ അല്ലേ? കണ്ണിലടി മോള് മൂത്രം ഒഴിച്ചത്? എവിടെ ചേച്ചി? ഇത് കണ്ടോ? അയ്യോ, ഞാൻ കണ്ടില്ലായിരുന്നു ചേച്ചി. ജാനി, ജാനി എവിടെയാ? ജാനി, നിനക്ക് വിളിച്ചാ കേക്കത്തില്ലേടി? കുളിമുറി ചെന്ന് ബക്കറ്റ് വെള്ളം പിടിച്ചോണ്ട് വാ. തുടയ്ക്കുന്ന തുണി എടുത്തോ. എന്താടി, നിനക്ക് പറ്റില്ലേ? മോളു, മോളുട്ടി, മോളു ചക്കര. എന്ത് വേണോടെ ചക്കരയ്ക്ക്? പൊന്നു വിശക്കണില്ലേടാ എന്റെ പൊന്നിന്? വിശക്കം മറന്നു പോയോ? എടി, ഒരു ജോലി പറഞ്ഞ് നിനക്കെന്താ ചെയ്യാൻ ഇത്ര താമസം? നല്ല പോലെ തുടച്ചിട്ട് ആ തുണി കുളിമുറി കൊണ്ടുവന്ന് സോപ്പിട്ട് കഴുകണം. കുഞ്ഞിന്റെ ഷഡ്ഡിയും കൂടെ കഴുകിയിട്ടേക്ക്. കരയുണ്ടടാ. എടി രത്നമേ, നീ കുഞ്ഞിന്റെ ഷഡ്ഡി മാത്രമേ ജാനിമോളെ കൊണ്ട് കഴിക്കുന്നുള്ളൂ. നിന്റെ കൂടി അഴിച്ചു കൊടുക്കടി. അടിപ്പാവാടയോ നൈറ്റോ മറ്റോ ഉണ്ടെങ്കിൽ അതും കൂടി കഴുകട്ടെ.
ചുമ്മാതല്ലോ, തിന്നാനും കുടിക്കാനും കൊടുക്കുന്നില്ലേ? അവളിപ്പോ അത് തുടച്ച എന്ത് സംഭവിക്കുന്നു കാണട്ടെ. ആകാശം ഇടിഞ്ഞു വീഴോ? മുമ്പൊരിക്കൽ നിന്നോട് ഞാൻ പറഞ്ഞതാ, നീ കാണിക്കുന്ന ചെറ്റത്തരമാണെന്ന്. അതൊന്നും നിന്റെ തലയിലോട്ട് കേറിയില്ലേ? അതോ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ശപ്പൻ എന്ത് പറഞ്ഞാലും എനിക്ക് പുല്ലാണെന്നാണോ നിന്റെ മനോഭാവം? സുനിത ഇരിക്കുന്നത് കൊണ്ട് ഞാനിതിന് മറുപടിയൊന്നും പറയുന്നില്ല. വളരെ നല്ലത്. വായിലെ പല്ല് കേടുകൂടാതിരിക്കും. ജാനിമോളെ, ആ തുണി കഥ മോള് പോയിരുന്ന് പഠിക്കോ കളിക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ. അച്ഛൻ തുറച്ചോളാം കേട്ടോ. മോള് പൊക്കോ. ഇതേ അച്ഛനോ അമ്മയോ ചെയ്യേണ്ട ജോലിയാ, മോള് ചെയ്യേണ്ടതല്ല കേട്ടോ. പൊക്കോ. പൊക്കോ. ഞാൻ തുടച്ചോളം ചേട്ടാ, അതോട് വെച്ചേക്ക്. ഇത്രയും നേരം നീ എവിടെയായിരുന്നു? ഈ ലോകത്തൊന്നും അല്ലായിരുന്നോ? നിന്റെ ചേച്ചി കുഞ്ഞിന്റെ മൂത്രം തുടയ്ക്കാൻ ജാനിമോളോട് കൽപ്പിക്കുന്നത് നീയും കേട്ടതല്ലേ? അന്നേരം എഴുന്നേറ്റ് വന്ന് ഞാൻ ചെയ്തോളാം മോളെന്ന് നീ പറഞ്ഞോ? ഇല്ലല്ലോ. വിജയേട്ടൻ എന്തിനാ അവളുടെ മെക്കിട്ട് കയറുന്നേ? അവൾ എന്ത് തെറ്റ് ചെയ്തു? നമ്മുടെ മോളുടെ മലോ മൂത്രം കോരാനല്ല അവളിവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് കോരണ്ടാന്ന്. അവള് പോയി കസേരയില് കാലുമ കാലും കയറ്റി വെച്ച് മാസിക വായിക്കട്ടെ.